പശ്ചിമേഷ്യ സംഘർഷത്തിൽ നാളെ പാർലമെന്റിൽ ചർച്ചയുണ്ട്. ലോക്സഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കും. വൈ.എസ്. അഭിനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വൈ.എസ്. അഭിനന്ദ്, നാളെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ആവർത്തിക്കില്ലേ? പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് കീഴ്പ്പെട്ടാണ് നമ്മുടെ വിദേശ നയതന്ത്രം മാറുന്നത്, ഇന്ത്യ നല്ല ആക്ടറാണ് എന്ന അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയും പ്രതിപക്ഷം ആയുധമാക്കില്ലേ നാളെ? അനിൽകുമാർ, തീർച്ചയായും ആ വിഷയങ്ങളൊക്കെ തന്നെ നാളെ പാർലമെന്റിൽ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാളെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം വിശദമായി തന്നെ പാർലമെന്റിൽ ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. നാളെ ലോക്സഭയിലായിരിക്കും മന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക. അതിന്റെയൊക്കെ മുൻപ് തന്നെ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ രാജ്യസഭയിൽ ഒരു നോട്ടീസ് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് നൽകിയിരുന്നു. ചട്ടം 267 പ്രകാരം സഭാ നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഒപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ കൃത്യമായ ഒരു സ്റ്റാൻഡ് പറയാത്തൊരു നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തി. ഇന്ന് ഇപ്പോൾ ഇന്ത്യ നന്നായി അഭിനയിക്കുന്നുണ്ട്, ഇന്ത്യ ഇസ് ആക്ടർ എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രസ്താവന. ഒപ്പം തന്നെ പവൻ ഖേര, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വിമർശനവുമായി രംഗത്തുള്ള സാഹചര്യം. ഒടുവിൽ ഇറാന്റെ എംബസിയിൽ പോയി കണ്ടോളൻസ് ബുക്കിൽ സൈൻ ചെയ്തു. ഒപ്പം തന്നെ ഇറാന്റെ കപ്പലിന് ഇന്ത്യയിൽ അഭയം ഒരുക്കി. ഇതൊക്കെ നടത്തിയെങ്കിലും കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാത്ത സ്ഥിതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുകയാണ്. രൂക്ഷ വിമർശനം വരുന്ന സാഹചര്യത്തിലാണ് നാളെ ഇത് പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. ലോക്സഭയിൽ നാളെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുകയും ചെയ്യും. താങ്ക് യു. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.